Good evening everyone. അപ്പോൾ വെൽക്കം ടു 365 ഡേയ്സ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ മനോഹരമായി 100% പൊളൈറ്റ്നസ്സോടുകൂടി എങ്ങനെയാണ് ഒരു കാര്യത്തെപ്പറ്റി പെർമിഷൻ ചോദിക്കുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് മേ ഐ മാത്രമല്ല, നമുക്ക് കേനായും ഷോളായും കുഡായും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ 100% പൊളൈറ്റ്നസ്സോടുകൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ടെക്നിക്കാണ് മേ ഐ, റൈറ്റ്? അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരാളോട് പറയാണ്, ഒരാളോട് ചോദിക്കണം, പെർമിഷൻ ചോദിക്കണം, അകത്തോട്ട് വന്നോട്ടെ എന്ന പെർമിഷൻ ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടെക്നിക്ക് ഉപയോഗിക്കാം? മേ ഐ ഉപയോഗിക്കാം, അല്ലേ? അവിടെ കമ്മിങ് എന്നാണ് ഭൂരിഭാഗം ആൾ ഉപയോഗിക്കുക. മേ ഐ കമ്മിങ് എന്ന് തെറ്റി പറയാറുണ്ട്. മേ ഐ കമ്മിങ് അല്ല, മേ ഐ കം ഇൻ, റൈറ്റ്? മേ ഐ കം ഇൻ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ, മേ ഐ കം ഇൻ, അല്ലേ? റൈറ്റ്. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കാം, മേ ഐ സിറ്റ് ഹിയർ. ഞാൻ നിങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ, മേ ഐ ടേക്ക് യുവർ ഫോട്ടോഗ്രാഫ്, അല്ലേ? ഞാൻ എഴുതിക്കോട്ടെ, മേ ഐ റൈറ്റ്. ഞാൻ തുടങ്ങിക്കോട്ടെ, മേ ഐ സ്റ്റാർട്ട്. ഞാൻ നിർത്തിക്കോട്ടെ, മേ ഐ സ്റ്റോപ്പ്. ഞാൻ തുടർന്നോട്ടെ, മേ ഐ കണ്ടിന്യൂ, അല്ലേ? എന്തൊരു കാര്യത്തെ പറ്റിയും 100% പൊളൈറ്റ്നസ്സോടുകൂടി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യണം. നമ്മൾ ഏത് ടെക്നിക്ക് ഉപയോഗിക്കുക? മേ ഐ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കുക. സാറ് കുറച്ച് എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. So you can ask, may I ask you a question? May I sit here? May I go a little early? May I close the door? May I open the door? May I ask you a name? May I help you? May I ask you a help? ഞാൻ നിങ്ങളുടെ ഒരു സഹായം ചോദിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കാം, അല്ലേ? അപ്പോൾ നമ്മളോട് ഒരാൾ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെർമിഷനോ റിക്വസ്റ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമ്മളത് എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തന്നെ ഉത്തരം പറയാം? ഫോർ എക്സാമ്പിൾ, മേ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. അപ്പോൾ വന്നോട്ടെ എന്ന പെർമിഷൻ ചോദിക്കുമ്പോൾ നമ്മൾ വന്നോളൂ എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് പറയാം? യെസ് യു മേ കം ഇൻ, യു മേ കം ഇൻ. നീ എന്ത് ചെയ്തോളൂ? അകത്തേക്ക് വന്നോളൂ, അല്ലേ? മേ ഐ സിറ്റ് ഹിയർ? യെസ് യു മേ സിറ്റ് എന്നും നമുക്ക് പറയാം. യു മേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തന്നെയാണ്? ആൻസർ കൊടുക്കുന്നതിന് തുല്യമാണ്, കംപ്ലീറ്റ് ആണ് ആ സെൻറ്റൻസ്, റൈറ്റ്? മേ ഐ വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യെസ് യു മേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ പറയാം. ഫോർ എക്സാമ്പിൾ, മേ ഐ സിറ്റ് ഹിയർ? യെസ് യു മേ. മേ ഐ ടേക്ക് യുവർ ഫോട്ടോഗ്രാഫ്? യെസ് യു മേ എന്ന് പറയാം. യു മേ എന്ന് മാത്രമല്ല, അവിടെ നമുക്ക് യെസ് യു ക്യാൻ, ഓഫ് കോഴ്സ്, വൈ നോട്ട് എന്നൊക്കെ ചോദിക്കാം, എന്നൊക്കെ പറയാം. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, മേ ഐ എന്ന് വെച്ച് നിങ്ങളൊരാൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതേപോലെ 100% പൊളൈറ്റ്നസ്സോട് കൂടിയാണ് നമ്മൾ ആ ആൻസർ പറയുന്നെങ്കിൽ, പെർമിഷൻ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നെങ്കിൽ നമ്മൾ എങ്ങനെ തന്നെ ആൻസർ പറയാൻ ശ്രമിക്കുക? യെസ് യു മേ എന്ന് ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊന്നും പറയാൻ പറ്റില്ല എന്നല്ല, ബട്ട് അതിനൊക്കെ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ ക്യാനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് പെർമിഷൻ കൊടുക്കാൻ താല്പര്യമില്ല, എന്താ പറയുക? നോ യു മേ നോട്ട്, അല്ലേ? നോ യു മേ നോട്ട്. എനിക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? വരണ്ട എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഞാനൊരു സെറ്റ് ഓഫ് എക്സാമ്പിൾ പറയാം, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? സെൽഫായിട്ടൊരു സെറ്റ് എക്സാമ്പിൾ ഉണ്ടാക്കിയിട്ട് ഇതിന് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. യു കൻ ആസ്ക്, മേ ഐ സ്റ്റാർട്ട് മൈ ക്ലാസ്. ഞാൻ ചോദിക്കുന്നത്, മേ ഐ സ്റ്റാർട്ട് മൈ ക്ലാസ്, ഞാൻ എൻ്റെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ. അപ്പോൾ നിങ്ങൾ എനിക്ക് പെർമിഷൻ തരികയാണ്. എങ്ങനെ പറയാം? യെസ് യു മേ സ്റ്റാർട്ട് യുവർ ക്ലാസ്. നീ എന്ത് ചെയ്തോളൂ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട എന്നാണെങ്കിലോ? നോ യു മേ നോട്ട്, അല്ലേ? നോ യു മേ നോട്ട്. എന്തുകൂടി പറയാ? ഓഫ് കോഴ്സ് നോട്ട്. എന്ത് ചെയ്യരുത്? തുടങ്ങരുത്, അല്ലെങ്കിൽ നോ യു കാൺട്ട് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ താഴെ എന്ത് ചെയ്യുക? ഒരു കമൻ്റ് ആയിട്ട് നിങ്ങളൊരു പെർമിഷൻ ചോദിക്കുക, ഐ വിൽ ആൻസർ യു. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ.